ഇന്ന് വീണ്ടും ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണ്. നാനാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു നാൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ശരിക്കും ഇതിൽ അറബിക് സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യലുണ്ട്, പച്ചമല്ലി അങ്ങനത്തെ ഓരോന്നും യൂസ് ചെയ്യലുണ്ട്. പക്ഷേ ഞാൻ അതിന് പകരം നമ്മളെ കയ്യിലുള്ള നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് കുറച്ച് ഓയിൽ മാത്രം മതി. മാക്സിമം 3 ടേബിൾ സ്പൂൺ ഓയിൽ മതി. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ അത്ര ഹെവി ആയിട്ട് തോന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഓവർ ചൂടാവാൻ പാടില്ല. അങ്ങനെ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഈസ്റ്റ് ഡെഡായി പോവും. അതുകൊണ്ട് ഒരു നേരെ ചൂടുള്ള 1/2 കപ്പ് വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക. പഞ്ചസാര മിക്സായി കഴിഞ്ഞാൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 2 ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ട്. 1.5 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലോണം പൊങ്ങി വരുന്നത് ചെയ്യും. പിന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കുമ്പം ഇങ്ങനെ ആ വെള്ളത്തിൽ നല്ലോണം പരത്തി ഇട്ട് കൊടുക്കുക, എല്ലാ സ്ഥലത്തേക്കും ആവണ തരത്തിൽ. പിന്നെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതും പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കാരണം ഓവറായിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അത് ഈസ്റ്റ് പൊങ്ങി വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈസ്റ്റ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പോളം മൈദ ഒരു ബൗളിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈസ്റ്റിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം കുഴയ്ക്കുക. കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക, അല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈ വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുഴയ്ക്കുക. ഇത് നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രയും നമ്മുടെ മാവ് സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതൊരു ബോളാക്കിയിട്ട് മാറ്റുക. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യുന്ന സമയം ഇതിൻ്റെ മേൽഭാഗം ഡ്രൈ ആവാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് മേലെ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ബൗളിൽ തന്നെ ഇത് വെച്ചിട്ട് ഒരു നനവുള്ള തുണി വെച്ച് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പം നമ്മൾ മാവ് അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മസാലക്കുള്ള പരിപാടികൾ നോക്കാം. ഇത് മസാലക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. ഇതൊന്ന് ചൂടാറാനായിട്ട് വെച്ചതാണ്. അങ്ങനെ മസാല വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഞാനിപ്പോൾ മേയറിൻ്റെ ഫ്രൈയിങ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല പാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കൂപ്പൺ കോഡും ഉണ്ട്. അപ്പോൾ വേണ്ടവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുക. ഇനി ഈ പാൻ ചൂടായി വരുമ്പം ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 3 വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇടുക, അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് കൂട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക.
ഇനി വലിയുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഉള്ളിയാണ്, ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ്. ഇത് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇറച്ചിപ്പോളൻ്റെ റെസിപ്പിയിൽ ഞാൻ ഈ ചോപ്പർ കാണിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്, ആമസോണിൽ നിന്ന്. PG ആണ് ബ്രാൻഡ്. ഇനി ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ കളറൊക്കെ ഒന്ന് മാറണ വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മസാലയിൽ മാറ്റം വരുത്തുക. ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കാണ്, കൈകൊണ്ട് പിച്ചിയാലും മതി. ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചധികം മല്ലിയില ഉണ്ട്, ചെറുതായിട്ട് മുറിച്ചതാണ്. ഇനി ഫ്ലെയിം ഓഫാക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ ആക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് സ്റ്റഫ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മാവ് ബൗളിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുക. കുറച്ച് പൊടി ഇട്ടിട്ട് കുഴയ്ക്കുക. ഇനി ഈ മാവ് 2 ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ആദ്യം കുറച്ച് പൊടിയിട്ട് ആ പൊടീൻ്റെ മേലെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അങ്ങനെ അധികം അങ്ങോട്ട് പരത്തിയെടുക്കണ്ട, കുറച്ച് കട്ടി വേണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കിയിട്ടുള്ള ആ ഫില്ലിങ്ങിൽ നിന്ന് പകുതി ഭാഗം ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഈ മാവ് കൊണ്ട് ഈ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇടുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് എല്ലാ ഭാഗവും പരത്തി കൊടുക്കുക. പിന്നെ അവസാനം നമ്മളെ ചപ്പാത്തി കോയിൽ വെച്ച് ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കും വേണം. ഇനി നമ്മൾ ഈ പിസക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതിൻ്റെ ചുറ്റിലുള്ള മാവ് ഒന്ന് കട്ടിയാക്കി കൊടുക്കുക. ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഉന്തി കൊടുക്കുക. പുറത്തുനിന്ന് പുഷ് ചെയ്യുകയും ചെയ്യുക. അപ്പം ചുറ്റിലുള്ള ഭാഗം കട്ടിയായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റുക. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് നമ്മൾ നേരത്തെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഉന്തിയില്ലേ, അതിൽ കൂടെ ഇങ്ങനെ വട്ടത്തിൽ കുത്തി കൊടുക്കുക. പിന്നെ ഉൾഭാഗത്തും ഇതേപോലെ തന്നെ കുത്തണം. അതെന്തിനാ വെച്ചാൽ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഉൾഭാഗം പൊങ്ങി വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലെ ആക്കിയിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും കുറച്ചും കൂടെ ഭംഗിയാവും. അതുപോലെ നമ്മുടെ അടുത്ത നാനും റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇത് എഗ് വാഷ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ എഗ് വാഷിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ബ്രഷ് കൊണ്ട് ഈ മുട്ട നമ്മുടെ നാനിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചാക്കിയാൽ തന്നെ മതി. മേലെ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എഗ് വാഷ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് വെള്ള കളറുള്ള എള്ളും കൂടെ വിതറി കൊടുക്കുക. എള്ള് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ ഒരു ബിരിയാണി പോട്ടിലാണ് ഇത് ബേക്ക് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊരു റിങ്ങും കൂടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നാൻ വെച്ചിട്ടുള്ള ആ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത്. അപ്പോൾ തന്നെ ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് റെഡിയായി വരും.
പിന്നെ രണ്ടാമത്തെ നാൻ ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്, OTGയിലാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക വെച്ചാൽ ആദ്യം 10 മിനിറ്റ് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. 200 ഡിഗ്രി സെൽഷ്യസിലിട്ടിട്ട് മേലെയും താഴെയുള്ള കോയിൽ വർക്കാവുന്ന രീതിയിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് അത് പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ നാൻ വെച്ചിട്ടുള്ള പ്ലേറ്റ് അടക്കം ഇതിൻ്റെ ഉള്ളിലേക്ക് ഓവനിലേക്ക് വെച്ചിട്ട് അതൊരു 180 ഡിഗ്രിയിലാക്കിയിട്ട് 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ നാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മേൽഭാഗത്ത് കളറ് മാറിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളറൊന്ന് ബ്രൗൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു ഫ്രൈ പാനിലേക്ക് കമഴ്ത്തിയിട്ട് കൊടുക്കുക. ഇനി ഫ്രൈ പാന് അടച്ച് വെച്ചിട്ട് ഇത് 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അപ്പോൾ തന്നെ നമ്മുടെ നാൻ നല്ല കളറൊക്കെ ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്ത നാൻ റെഡി ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് ഓവനിൽ ബേക്ക് ചെയ്തതാണ്, അതും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ ടച്ചപ്പിനുള്ള സമയമാണ്. ഒന്നുമില്ല, കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒരു ബ്രഷ് വെച്ച് നമ്മുടെ റെഡിയാക്കിയിട്ടുള്ള നാനിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടറും മല്ലിയിലയും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാ പോലെ കഴിക്കുകയും ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ചട്നിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓവനിൽ ബേക്ക് ചെയ്തതും സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തതും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്, കാണാനുള്ള വ്യത്യാസം തന്നെ ഉള്ളൂ. ടേസ്റ്റൊക്കെ സെയിം പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ല സ്നാക്കാണ്. പിന്നെ ഒരു 3-4 പേർക്ക് കഴിക്കാൻ ഇത് ഒരൊറ്റ എണ്ണം തന്നെ മതി, അത്രയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്